വിശുദ്ധ ഇസ്ലാം അള്ളാഹുവിൻ്റെ മതം എന്ന നിലയ്ക്ക് ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. വളവുകളും വൈകല്യങ്ങളുമില്ലാത്ത ഒരു നേർവഴിയുടെ പേരാണ് അഹ്ലുസുന്ന വൽ ജമാ, വിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത്. ഹദീസുകളിൽ കാണാം, ഒരിക്കൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളുടെ മുമ്പിൽ ഒരു വര വരച്ചു. ഖത്തലനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്ത. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഞങ്ങളുടെ മുമ്പിൽ ഒരു നേർ വര വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, തീർച്ചയായിട്ടും ഇതാ ഈ നേർവഴിയുണ്ടല്ലോ, ഈ നേർവരയുണ്ടല്ലോ, ഇതാണ് എൻ്റെ വഴി എന്ന് പറയുന്നത് തീർച്ചയായും ഈ വരയാകുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ പിന്നീട് വഖത്ത ഖുതൂതൻ അൻ യമീനിഹി വശിമാലിഹി, ഒരു നേർവര ഇങ്ങനെ വരച്ചിട്ട് പറഞ്ഞു, ഇന്ന ഹദാ സിറാത്തി മുസ്തഖീമ, ഇതാ ഈ നേർവരയാകുന്നു യഥാർത്ഥത്തിലുള്ള പന്താവ്. വഖത്താൻ ശിമാലിഹി വയമീനിഹി ഖുതൂത, അതിന്റെ വലതുഭാഗത്തും അതിന്റെ ഇടതുഭാഗത്തും കൊച്ചു കൊച്ചു വരകൾ ഒരുപാട് വരച്ചു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, വഹാദിഹി സുബുലു ലൈസ മിൻഹാ സബീലുൻ ഇല്ലാ അലൈഹി ശൈത്താൻ യദഉ ഇലൈഹി, ഈ വഴികൾ, ഈ കൊച്ചു കൊച്ചു വഴികൾ ഉണ്ടല്ലോ, ഈ വഴികളിലെല്ലാം ശൈത്താൻ പതിയിരിക്കുന്നത് കാണാം. ശൈത്താൻ പതിയിരുന്നിട്ട് അതിലേക്ക് ജനങ്ങളെ വിളിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഈ വളഞ്ഞ വഴികളെ പിന്തുടരാൻ പാടില്ല. അങ്ങനെ പിന്തുടർന്നു കഴിഞ്ഞാൽ വലാ തത്തബിഉസ് സുബുല, ഈ വളഞ്ഞ വൈകല്യങ്ങളുള്ള വഴികളെ നിങ്ങൾ പിന്തുടർന്നു കഴിഞ്ഞാൽ ഫതഫറഖ ബികും അൻ സബീലി, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു പോകുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. നമുക്കിടയിൽ ഒരുപാട് പ്രസ്ഥാനങ്ങൾ മതത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു നാട്ടിലാണ്, ഒരു പ്രദേശത്താണ്, ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് അള്ളാഹുവിന്റെ റസൂല് മുൻകൂട്ടി പറഞ്ഞതാണെന്ന് നമ്മൾക്കൊക്കെ അറിയാവുന്നതാണ്, നമ്മളൊക്കെ പലവട്ടം കേട്ടിട്ടുള്ളതാണ്. സതഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിർഖ, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ സമുദായം 73 കക്ഷികളായി ഛിന്ന ഭിന്നമാകുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു. അപ്പോൾ രക്ഷയുടെ മാർഗമെന്ത്? സമൂഹത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ, ശൈഥില്യങ്ങൾ ഉണ്ടാകുമ്പോൾ, പിളർപ്പുകൾ ഉണ്ടാകുമ്പോൾ, തർക്കവിതർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ മോചനത്തിന്റെ വഴി ഏതാണ് എന്ന് സ്വഹാബികൾ ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ രക്ഷയുടെ വഴിയായിട്ട് പറഞ്ഞത്, മാ അന അലൈഹി വ സ്വഹാബി, ഞാനും എൻ്റെ സ്വഹാബികളും ഏതൊരു പന്താവിലാണോ നിലകൊള്ളുന്നത് അതാകുന്നു രക്ഷയുടെ മോചനത്തിന്റെ വഴി. മറ്റൊരിക്കൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു, അൽ ജമാ, രക്ഷയുടെ വഴി എന്ന് പറയുന്നത് ഈ 73 കക്ഷികളിൽ നിന്ന് രക്ഷപ്പെടുന്നത് മുസ്ലിം ഉമ്മത്തിന്റെ ജമാഅത്താകുന്നു, മുസ്ലിങ്ങളുടെ പൊതു കൂട്ടായ്മയാകുന്നു. മറ്റൊരു ഹദീസിൽ അള്ളാഹുവിന്റെ ഹബീബ് ഒന്നുകൂടി അത് വ്യക്തമായിട്ട് പറഞ്ഞു, ഈ 73 വിഭാഗങ്ങളിൽ രക്ഷപ്പെടുന്ന കക്ഷികൾ എന്ന് പറയുന്നത് അസ്സവാദുൽ ആളം, മുസ്ലിം ഉമ്മത്തിന്റെ മഹാഭൂരിപക്ഷം വിശ്വാസാദർശങ്ങളിൽ, കർമ്മങ്ങളിൽ, അനുഷ്ഠാനാചാരങ്ങളിൽ ഏതൊരു വഴി പിന്തുടരുന്നുവോ, മുസ്ലിം ഉമ്മത്തിന്റെ മഹാഭൂരിപക്ഷം ഏത് വഴിയിലൂടെ സഞ്ചരിക്കുന്നുവോ ആ ഭൂരിപക്ഷത്തിന്റെ വഴിയാകുന്നു രക്ഷയുടെ വഴി എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം തന്നെ മുസ്ലിം ഉമ്മത്തിനിടയിൽ തർക്കവിതർക്കങ്ങൾ ഉടലെടുത്തു. സ്വഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഷിയാക്കൾ ഉണ്ടായത്. സ്വഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഖവാരിജുകൾ ഉണ്ടായത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബികളുടെ മുഖത്ത് നോക്കി സയ്യിദത്തുനാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കാഫിറാണെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പച്ചക്ക് കാഫിറാക്കിയവരുണ്ടായിരുന്നു. സ്വർഗം കൊണ്ട് സുവിശേഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടുള്ള പ്രധാനികളായ സ്വഹാബികളെ മുഴുവനും കാഫിറാക്കിയ ആളുകള് സ്വഹാബികളെ ജീവിച്ചിരുന്ന കാലത്ത് ഇവർ മഹാപാതകങ്ങൾ ചെയ്തവരാണ്, ഇവർ ഇസ്ലാമിന് പുറത്താണ്, അള്ളാന്റെ റസൂലിന്റെ പന്താവിൽ നിന്ന് വ്യതിചലിച്ചവരാണ് എന്ന് പറഞ്ഞിട്ട് സ്വഹാബികൾക്കെതിരെ കുഫ്ർ ആരോപിച്ചവരുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ,
പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ മുസ്ലിം ലോകത്ത് സ്വഹാബത്തിന്റെ കാലത്ത് ബിദ്അത്ത് വന്നു. അന്ന് ഖവാരിജുകൾ എന്ന പേരിൽ അവർ അറിയപ്പെട്ടു, ഷിയാക്കൾ എന്ന പേരിൽ അറിയപ്പെട്ടു. ഷിയാക്കൾ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ തുടർച്ചയോടുകൂടിയാണ്. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് ഒരു കക്ഷികൾ ഷിയാക്കൾ എന്ന് പറഞ്ഞു പോയിട്ട് സ്വഹാബികളുടെ കാലഘട്ടം മുതൽ ആരംഭിക്കുന്നത്. ഖവാരിജുകൾ അതിനു മുമ്പ് ആരംഭിച്ചു. അതിനുശേഷം മുഅ്തസിലികൾ വന്നു, ജഹ്മിയത്ത്, ജബരിയത്ത്, മുജസ്സിമത്ത്, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഒട്ടനവധി പ്രസ്ഥാനങ്ങൾ ഇസ്ലാമിക സമൂഹത്തിന്റെ വിശ്വാസങ്ങളിൽ കളങ്കം ചേർത്താൻ വേണ്ടിയിട്ട്, അഖീദയിൽ ആദർശത്തിൽ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് കടന്നു വന്നു. ഇങ്ങനെ വന്നവരൊക്കെ വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചിട്ട് ഓരോരോ ആയത്തുകൾ ഓതിയിട്ട് ജനങ്ങളെ വഴിപിഴപ്പിക്കാൻ ശ്രമിച്ചു. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളാണ് അവർ കാര്യമായും എടുത്തുദ്ധരിച്ചിട്ടുള്ളത്. ആ ഉദ്ധരിച്ച ആയത്തുകളൊക്കെ സാധാരണക്കാരായ മനുഷ്യർ കേൾക്കുമ്പോൾ സ്വാഭാവികമായും അവർ അങ്കലാപ്പിലാകും, അവരാകെ കൺഫ്യൂഷൻ ആകുന്ന സാഹചര്യം വരും. നേരേത് നെറികേടേത് എന്ന് തിരിച്ചറിയാതെ ആളുകൾ ഈ വാക്കുകളുടെ ആ വൈകാരികതയിൽ അല്ലെങ്കിൽ അതിന്റെ മാസ്മരികതയിൽ പെട്ടുപോയിട്ട് ആളുകൾ അതിൽ ആകർഷിക്കപ്പെടും. ഈ സമയത്ത് ഏതു സാധാരണക്കാരനും നേരും നെറികേടും ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കേണ്ടതുണ്ട്. ആ തിരിച്ചറിയാനുള്ള മാർഗമാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ലാ തഖ്തലിഫു ഉമ്മത്തി ലാ യജ്തമിഉ ഉമ്മത്തി അലൽ വലാല. എന്റെ സമുദായത്തിൽ ഭിന്നതയുണ്ടാകാം, എന്റെ സമുദായത്തിൽ വഴിപിഴക്കുന്നവരുണ്ടാകാം, ഒരു വിഭാഗത്തിന് വഴിപിഴച്ചു പോകാം, ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് വഴിപിഴച്ചു പോകാം. എന്നാൽ ഈ സമുദായത്തിലെ മഹാഭൂരിപക്ഷത്തിന് വഴിപിഴക്കുക എന്നത് ഒരിക്കലും സംഭവിക്കുകയില്ല. ലാ യജ്തമിഉ ഉമ്മത്തി അലൽ വലാല. എന്റെ ഉമ്മത്ത് ലാ തജ്തമിഉ ഉമ്മത്തി അലൽ വലാല. എന്റെ സമുദായം ഒരിക്കലും ഒരു തെറ്റായ മാർഗത്തിൽ ഏകോപിക്കുകയില്ല. ഈ സമുദായത്തിലെ മഹാഭൂരിപക്ഷവും ഒരു തെറ്റായ വഴിയിൽ ഏകോപിക്കുകയില്ല. ഈ സമുദായത്തിലെ മഹാഭൂരിപക്ഷവും ഒരു കാര്യം ചെയ്യുന്നത് നോക്കിയിട്ട് അത് തെറ്റാണെന്ന് പറയാനാകില്ല. കാരണം അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ആ വാക്കിന്റെ അവസാനം പറയുന്നത് ഫഇൻ റഅയ്തും ഇഖ്തിലാഫ. ഇനി സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, സമൂഹത്തിൽ തർക്ക വിതർക്കങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളെയും അപഗ്രഥിച്ച് കീറി മുറിച്ച് പരിശോധിക്കുക ഒരിക്കലും പ്രായോഗികമല്ല. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ഹദീസുകളുണ്ട്. ഈ ഹദീസുകൾ ഓരോന്നും എടുത്തിട്ട് അതിനെ നിർദ്ധാരണം ചെയ്തിട്ട് മതത്തിന്റെ ആശയങ്ങളെ കണ്ടെത്തുക ഒരു സാധാരണക്കാരന് നേരും നെറുകേടും മനസ്സിലാക്കുക ഒരിക്കലും സാധ്യമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഹബീബ് ആ ഹദീസിൽ പറഞ്ഞു വെക്കുന്നത് വഇൻ റഅയ്തും ഇഖ്തിലാഫ. സമൂഹമേ, നിങ്ങൾക്കിടയിൽ അഭിപ്രായാന്തരങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഫഅലൈക്കും ബിസ്സവാദിൽ അഅ്ലം, ഫഅലൈക്കും ബിസ്സവാദിൽ അഅ്ലം, ഫഅലൈക്കും ബിസ്സവാദിൽ അഅ്ലം. ഈ സമുദായത്തിലെ മഹാഭൂരിപക്ഷം എവിടെ നിൽക്കുന്നുവോ, ഈ ഉമ്മത്തിന്റെ മഹാഭൂരിപക്ഷം എവിടെ നിൽക്കുന്നുവോ ആ ഭൂരിപക്ഷത്തിന്റെ കൂടെ നിങ്ങൾ നിൽക്കണേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എണ്ണമറ്റ